എല്ലാവർക്കും നമസ്കാരം. നമുക്ക് പവിത്രം സീസൺ 2 വിക്രത്തിൻ്റെയും വേദയുടെയും വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ പ്രസവത്തോടെ രാധികയും കുഞ്ഞും മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ആ സമയം തരുണിനെ സേതുലക്ഷ്മി പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നത് തരുണിൻ്റെ കുഞ്ഞിന് ഒരു അപകടം സംഭവിച്ചിട്ടില്ലെന്നാണ്. അങ്ങനെ വേദയുടെ കുഞ്ഞ് തരുണിൻ്റെ കുഞ്ഞായി മാറുകയാണ്. തരുൺ ആ കുഞ്ഞിനെ സ്വന്തം തൻ്റെ രാധിക വിട്ടുപോയത് കൊണ്ട് തന്നെ രാധികയിലൂടെ ആ കുഞ്ഞിനെ കാണുകയാണ്. കുഞ്ഞിനോടൊത്തുള്ള നിമിഷം തരുൺ വളരെയധികം ആനന്ദകരമാക്കുകയാണ്. എപ്പോഴും കുഞ്ഞിനോട് കളിച്ചും കാര്യം പറഞ്ഞും സമയം തള്ളി നീക്കുകയാണ്. വേദയ്ക്ക് കുഞ്ഞിനെ ഒന്ന് കാണാനോ തൊടാൻ പോലും പറ്റുന്നില്ല. ആ സമയം വേദയുടെ സങ്കടം മനസ്സിലാക്കുന്ന സേതുലക്ഷ്മി അമ്മ തരുൺ അറിയാതെ കുഞ്ഞിനെ കൊണ്ട് കൊടുക്കുകയാണ്. ഇതൊക്കെ കാണുന്ന തരുണിന് ദേഷ്യമാവുന്നുണ്ട്. തരുൺ പറയും, എന്തിനാണ് അമ്മ എൻ്റെ കുഞ്ഞിനെ എപ്പോഴും അവളുടെ അടുത്ത് കൊണ്ടുപോകുന്നൊക്കെ പറയുമ്പോൾ, മോനെ നമ്മുടെ കുഞ്ഞിന് ഇപ്പോൾ ഒരു അമ്മയുടെ സ്നേഹവും വാത്സല്യവും ആവശ്യമാണ്, അത് വേദയ്ക്ക് മാത്രമേ നൽകാൻ കഴിയത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ തരുൺ അതൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ വേദയുടെ മനസ്സറിഞ്ഞുകൊണ്ട് തന്നെ വേദയ്ക്ക് വേണ്ടി സേതുലക്ഷ്മി അമ്മ കുറേയൊക്കെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുന്നുണ്ട്. അങ്ങനെ വേദയെടുത്ത് പറയുന്നുണ്ട്, നീ വിഷമിക്കാതെ മോളെ, നമുക്ക് തരുണിനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് കരുതുന്നുണ്ട്. കാരണം കുഞ്ഞും തരുണുമായിട്ട് ഒരുപാട് അടുക്കും തോറും വേദയ്ക്ക് തൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുമെന്നുള്ള ഭയം സേതുലക്ഷ്മി അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തരുണിനോട് കാര്യങ്ങളെല്ലാം പറയാൻ വേണ്ടി റൂമിലോട്ട് ചെല്ലുന്ന സമയത്ത് തരുണിന് കുഞ്ഞിനോടുള്ള സ്നേഹം കാണുന്ന വേദയ്ക്ക് ഒന്നും പറയാൻ പറ്റുമായിരുന്നില്ല. അതിനുശേഷം അത് കാണുന്ന സേതുലക്ഷ്മി അമ്മ വേദയോട് പറയും, മോളെ നീ ഇപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട, നമുക്ക് അവസരം പോലെ തന്നെ തരുണിനോട് എല്ലാ സത്യങ്ങളും പറയാം, നിനക്ക് നിൻ്റെ കുഞ്ഞിനെ തിരിച്ച് കിട്ടുമെന്നൊക്കെ പറയും. പക്ഷേ നീ ഇപ്പം ശ്രമിക്കേണ്ടത് നിൻ്റെ ഭർത്താവിനെ എത്രയും പെട്ടെന്ന് തന്നെ ജയിലിൽ നിന്ന് പുറത്തിറക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം. നിൻ്റെ മനസ്സ് പതറി പോകരുത്. അതുകൊണ്ട് തന്നെ നിനക്ക് അവരെ നിയമം കൊണ്ട് മാത്രമേ കീഴടക്കാൻ സാധിക്കൂ. നിൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു ഡിഗ്രി ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ നീ ഒരു IPS ഓഫീസർ ആവണമെന്ന് പറയും. അമ്മ എന്തായി പറയുന്നത്? അതെ, നീ തുടർന്ന് പഠിക്കണം. നിനക്ക് നിയമത്തിലൂടെ മാത്രമേ നിൻ്റെ ചേട്ടനെ ശിക്ഷിക്കാനും നിൻ്റെ ഭർത്താവിനെ രക്ഷിക്കാനും പറ്റത്തുള്ളൂ എന്ന് പറയും. അങ്ങനെ സേതുലക്ഷ്മി അമ്മ വേദയെ ഒരു റൂമിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. ആ റൂം നമ്മുടെ തരുൺ പഠിച്ചുകൊണ്ടിരുന്ന റൂമാണ്. IPS ട്രെയിനിങ്ങിന് വേണ്ടി അവൻ പഠിച്ചുകൊണ്ടിരുന്ന റൂമാണിത്. നീ ഇവിടെ ഇരുന്ന് നിൻ്റെ ദൗത്യം പൂർത്തീകരിക്കണമെന്ന് പറയും. അങ്ങനെ വേദയ്ക്ക് മനസ്സിലാവുന്നുണ്ട്, എൻ്റെ വിക്രത്തിനെ രക്ഷപ്പെടുത്താൻ എനിക്ക് മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് തന്നെ തുടർന്ന് പഠിക്കാൻ വേദ തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ തരുണിൻ്റെ റൂമും തരുണിൻ്റെ ബുക്കുകളും ഒക്കെ വേദയ്ക്ക് ശ്രീലക്ഷ്മി അമ്മ കൊടുക്കുകയാണ്. അതിനുശേഷം ഇതൊന്നും തരുൺ അറിയുന്നില്ല. ഒരു ദിവസം വളരെ യാദൃച്ഛവശാൽ തരുൺ തൻ്റെ റൂമിലോട്ട് വരുമ്പോൾ അവിടെ വേദ ഇരുന്ന് പഠിക്കുന്നതാണ് കാണുന്നത്. ഇത് കാണുന്ന തരുണിന് വളരെയധികം ദേഷ്യം തോന്നുന്നുണ്ട്. അമ്മയോട് ദേഷ്യപ്പെടുന്നുണ്ട്. അമ്മേ, ആരാണ് ഇവളെ ഈ റൂമിലോട്ട് ഇരുത്തിയെന്ന് ചോദിക്കും. അത് മോനെ ഞാനാണ്. എന്തിന്? ഇവൾക്ക് എൻ്റെ റൂമിൽ എന്താ കാര്യം? അതും ഞാൻ IPSന് വേണ്ടി ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ റൂമിൽ ഇവൾക്ക് എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അമ്മ ഇവൾക്ക് ആവശ്യമില്ലാത്ത വാത്സല്യവും സ്നേഹവും കൊടുക്കുന്നത് തന്നെ തീരെ ശരിയുള്ള കാര്യമില്ല. എത്രയും പെട്ടെന്ന് ഇവളെ ഇവിടുന്ന് പറഞ്ഞു വിടണം എന്നൊക്കെ വേദയോട് ദേഷ്യപ്പെടുന്നുണ്ട്. എൻ്റെ മുറിയിൽ നിന്ന് പുറത്തു പോകാനൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് തരുണിനോട് എന്തോ പറയാനായിട്ട് വേദ ശ്രമിക്കുമ്പം, എനിക്ക് നീ പറയുന്ന ഒന്നും കേൾക്കണ്ടെന്ന് പറയും. ആ സമയത്ത് സേതുലക്ഷ്മി പറയും, മോർണിംഗ് വന്നേ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറയും. അങ്ങനെ വേദയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും സേതുലക്ഷ്മി അമ്മ തരുണിനോട് പറയുകയാണ്. എന്നിട്ട് പറയും, നീ കരുതുന്ന കണക്ക് അവളൊരു സാധാരണ പെൺകുട്ടിയല്ല. ജില്ലാ ജഡ്ജിയുടെ മകൾ വേദ ശങ്കരനാരായണനാന്ന് പറയും. അവളുടെ ഭർത്താവ് ജയിലിലാണെന്നും ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ അവൻ ജയിലിൽ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം പറയും, വേദ LLB കഴിഞ്ഞ കുട്ടിയാണ്, അഡ്വക്കേറ്റായിട്ട് അവൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നതാണെന്ന് പറയും. ആ സമയത്തായിരുന്നു അവളുടെ കല്യാണവും പിന്നെ പ്രസവവും എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ പറയും, അവൾ വക്കീലായിരുന്നു എന്ന് ചോദിക്കും. അതേന്ന് പറയും. പക്ഷേ വക്കീലാവുന്ന പോലെ അത്ര എളുപ്പമല്ല ഒരു IPS കാരനാവുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് വേദയ്ക്ക് ഒരു ചെറിയ ദേഷ്യം തോന്നുന്നുണ്ട്. അപ്പോൾ വേദ പറയും, എനിക്കതിന് സാധിക്കും, ഞാൻ അതിനുവേണ്ടി ശ്രമിക്കുമെന്നൊക്കെ പറയും. അപ്പോൾ ചോദിക്കും, ശരി, നിൻ്റെ തീരുമാനം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തരുൺ ആ റൂമിൽ നിന്ന് പോവുകയാണ്. അതിനുശേഷം വേദ കഷ്ടപ്പെട്ട് പഠിക്കുകയാണ്. ഏറ്റവും ഉയർന്ന റാങ്കിൽ തന്നെ ജയിക്കണമെന്നുള്ള സ്വപ്നത്തോട് തന്നെ വേദ വളരെയധികം അധ്വാനിച്ച് തന്നെ പഠിക്കുന്നുണ്ട്. ആ സമയത്ത് സേതുലക്ഷ്മി അമ്മ വേദയ്ക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുഞ്ഞിനെയും തരുണിൻ്റെ കാര്യങ്ങളുമൊക്കെ സേതുലക്ഷ്മി അമ്മ നല്ലോണം ശ്രദ്ധിക്കുന്നുണ്ട്. ആ സമയത്ത് വേദയ്ക്ക് മറ്റൊരു കാര്യത്തിലും ശ്രദ്ധ വേണ്ട, പഠിത്തത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. അങ്ങനെ വേദ നല്ല റാങ്കിൽ തന്നെ വേദ സിവിൽ സർവീസിൻ്റെ പ്രിലിമിനറി എക്സാം പാസ്സാവുകയാണ്. അങ്ങനെ പ്രിലിംസ് പാസ്സായി. അങ്ങനെ വേദയുടെ റിസൾട്ട് പത്രത്തിൽ കാണുന്നു. അത് കാണുന്ന തരുണിന് വളരെയധികം സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ തരുൺ ആ റിസൾട്ട് കൊടുത്തുനിന്ന് വേദയെ കാണിക്കുകയാണ്. വേദയെടുത്ത് പറയും, താൻ ഇത്ര ബ്രില്യൻ്റ് ആണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല, തന്നോട് ഞാൻ കുറച്ച് മോശമായിട്ടൊക്കെ സംസാരിച്ചു, താൻ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും സാരമില്ല സാർ, എനിക്ക് മനസ്സിലാവും, ഞാനൊരു അഭയാർത്ഥിയായിട്ട് ഇവിടെ വന്നതല്ലേ, അപ്പോൾ എന്നോട് നിങ്ങൾ ഇത്രയും സ്നേഹവും കരുണയെല്ലാം കാണിച്ചില്ലേ എന്നൊക്കെ പറയും. എനിക്ക് ഇത്രയും വലിയൊരു നിലയിലെത്താൻ നിങ്ങൾ എന്നെ സഹായിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ എനിക്ക് അമ്മയോടുള്ള സ്നേഹം എത്ര തീർത്താലും തീരില്ലെന്നൊക്കെ പറയുന്നുണ്ട്.
ഇനി എന്താ തൻ്റെ പ്ലാൻ, തനിക്ക് എവിടെ പോസ്റ്റിങ്ങാണ് താല്പര്യം, നാട്ടിൽ തന്നെയാണ് താല്പര്യം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വേദ കളക്ടറായിട്ട് മാറുകയാണ്. അങ്ങനെ വേദ നാട്ടിലോട്ട് തന്നെ പോസ്റ്റിംഗ് വേദയ്ക്ക് കിട്ടുകയാണ്. ആ സമയം വേദയും കുഞ്ഞും തരുണും ആയിട്ട് നാട്ടിലോട്ട് തന്നെ വരികയാണ്. ഈ സമയം വിക്രത്തിന് നമ്മുടെ പരോൾ അനുവദിക്കുന്നുണ്ട്. അങ്ങനെ ജയിൽ സൂപ്രണ്ടായ ആൻഡ്രൂസ് വന്ന് പറയുന്നുണ്ട്, വിക്രം തനിക്ക് 3 മാസത്തേക്ക് പരോൾ അനുവദിക്കുന്നുണ്ട്. വേണ്ട സാർ, എന്തിനാ ഇപ്പോൾ എനിക്ക് പരോള്, പുറത്തിറങ്ങി എനിക്ക് കാണാൻ പറ്റുന്ന സുന്ദരകരമായ ഒരു കാഴ്ചയില്ലെന്ന് പറയും. അങ്ങനെ പറയരുത്, തൻ്റെ അച്ഛൻ തന്നെ കാണാൻ എത്ര തവണ ഇവിടെ വന്നു, ഇപ്പോഴത്തെ അവസ്ഥ തൻ്റെ അമ്മ പോലും ഇല്ല, താൻ അടുത്തുണ്ടെങ്കിൽ തൻ്റെ അച്ഛൻ അതൊരു ആശ്വാസമായിരിക്കും, അതുകൊണ്ട് തന്നെ താൻ ഈ പരോൾ വേണ്ടെന്ന് വെക്കലെന്ന് പറയും. സാർ, എനിക്ക് വേദയും കാണണമെന്നായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം. പിന്നെ ഞാനും വേദയും ഒരുമിച്ച് ജീവിക്കുന്നത് കാണാൻ ഏറ്റവും ആഗ്രഹിച്ചത് എൻ്റെ അമ്മയാണ്. ആ അമ്മ ഈ ലോകത്ത് പോലും ഇന്ന് ഇരിപ്പില്ല, ലോകത്തോട് വിട പറഞ്ഞു പോയെന്നൊക്കെ പറയും. അതൊന്നും സാരമില്ല, തൻ്റെ അമ്മയുടെ ആത്മാവ് പോലും ആഗ്രഹിക്കുന്നുണ്ട് താൻ പുറത്തിറങ്ങണമെന്ന്. അതുകൊണ്ട് തന്നെ താൻ ഈ പരോൾ വേണ്ടെന്ന് വെക്കല്ലോ എന്ന് പറയും. ശരിയെന്ന് പറഞ്ഞ് വിക്രം അത് തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ 3 മാസത്തെ പരോളിന് വേണ്ടി വിക്രം ജയിലിന് പുറത്തിറങ്ങുകയാണ്. അങ്ങനെ നമ്മുടെ വേദയ്ക്ക് കളക്ടറായിട്ട് പോസ്റ്റിംഗ് ലഭിക്കുകയാണ്, അതും നാട്ടിലോട്ട് തന്നെ. അങ്ങനെ വേദ അവിടെ പല മാഫിയ സംഘത്തിനെയൊക്കെ വേദ അടിച്ചൊതുക്കുന്നുണ്ട്. കഞ്ചാവ് വിൽപ്പനക്കാരെയും ലഹരിക്കടത്തിനെയൊക്കെ വേദ ശക്തമായി എതിർക്കുകയും അതിനെല്ലാം ശക്തമായി പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ വേദ സബ് കളക്ടറായിട്ട് പോസ്റ്റിംഗ് കിട്ടി വേദ വരുന്നുണ്ട്. അങ്ങനെ വേദയെ കുറേ ആൾക്കാർ അനുകൂലിക്കുകയും കുറേ പേര് വേദ ചേർത്ത് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ചേർത്ത് നിൽക്കുന്നവരെയൊക്കെ വേദ തല്ലി ഒതുക്കുകയാണ്. അങ്ങനെ വേദയുടെ ഒരു തിരിച്ചുവരവ് തന്നെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിനുശേഷം വീട്ടിലോട്ട് മടങ്ങിയെത്തുന്ന വിക്രം അച്ഛനെ കാണുകയും അച്ഛനോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം പിന്നെ വേദയും അതിനുശേഷം നമ്മുടെ ശ്രീജയുടെ കുടുംബത്തെയൊക്കെയാണ് കാണുന്നത്. ഈ സമയം ശ്രീജയും ചേട്ടനും മകളുമാണ് അച്ഛന് തുണയായിട്ട് മാഷിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നത്. അത് വിക്രത്തിന് വലിയൊരു സന്തോഷമായിരുന്നു. കാരണം ആ സമയത്ത് സുധാകരൻ മാഷ് ഒറ്റയ്ക്കായി പോയില്ല എന്നുള്ള സമാധാനം വിക്രത്തിനുണ്ടായിരുന്നു. ഈ സമയം വേദയെ കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ശ്രീകാന്തും സാബു പോലീസും കൂടി എല്ലായിടത്തും അന്വേഷിക്കുന്നുണ്ടായിരുന്നു. വേദ ഡൽഹിയിൽ നിന്ന് പോയിട്ടുണ്ടെന്നുള്ള കാര്യം അവർ അറിഞ്ഞിരുന്നു. വേദയുടെ കൂട്ടുകാരി ശ്വേതയെ അന്വേഷിച്ചെങ്കിലും അവളെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. വേദ പോയതിന് ശേഷം ശ്വേത മറ്റൊരു ജോലി സംബന്ധമായിട്ട് ബാംഗ്ലൂരിലോട്ട് പോയ കാര്യം ശ്രീകാന്ത് അറിഞ്ഞിരുന്നില്ല. അങ്ങനെ ശ്രീകാന്തിന് അവിടെയും വേദയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിനുശേഷം ദർശൻ്റെ അടുത്തും സാബുവിൻ്റെ അടുത്തും പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് അവളെ കണ്ടുപിടിച്ച് അവളെ ഈ ഭൂലോകത്തും തന്നെ ഇല്ലാതാക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വീട്ടിൽ വന്ന് വിക്രത്തിൻ്റെ അടുത്ത് സുധാകരൻ മാഷ് പറയുന്നുണ്ട്, വേദയുടെ അച്ഛൻ നിനക്ക് വേണ്ടി ഹൈക്കോടതിയിൽ അപ്പീലിന് പോകുന്നുണ്ടെന്ന് പറയുന്നു, അതുകൊണ്ട് തന്നെ എനിക്കൊരു സമാധാനമുണ്ട്, നിനക്ക് ശിക്ഷയൊന്നും കിട്ടത്തില്ലെന്നൊക്കെ പറയുന്നുണ്ട്. അതിനെല്ലാം അയാൾ തടയുവച്ച ആ ശ്രീകാന്ത് എന്തിനും തയ്യാറായി നിൽക്കുകയില്ലേ, വേദയെ കണ്ടുകിട്ടിയ കൊല്ലാനായിട്ടും അതുപോലെ തന്നെ എനിക്ക് അപ്പീൽ കൊടുത്ത അതിനെന്തെങ്കിലും ഉള്ള കള്ളത്തെളിവുകൾ അവരുണ്ടാക്കുമെന്ന് പറയും. ഇല്ല, വേദയുടെ അച്ഛനില്ലേ വാദിക്കുന്നത്, അതുകൊണ്ട് തന്നെ അങ്ങനെയൊന്നും സംഭവിക്കത്തില്ലെന്ന് പറയും. അങ്ങനെ വിക്രത്തിൻ്റെ കേസ് കോടതി വരികയാണ്. കോടതിയിൽ കൊടുത്ത അപ്പീലിന് പ്രകാരം പുതിയ കേസന്വേഷണം പുതിയ വഴിത്തിരിവിലേക്ക് പോവുകയാണ്. പുതിയ പുനരന്വേഷണത്തിനായിട്ട് പുതിയൊരു പോലീസ് ഓഫീസറെ നിയമിക്കുകയാണ്. അങ്ങനെ വേദയും തരുണും കൂടി നാട്ടിലോട്ട് വരുന്നുണ്ട്. ആ സമയത്താണ് വിക്രത്തിൻ്റെ കേസ് അന്വേഷിക്കാനുള്ള ചുമതല കിട്ടുന്നത് തരുണിനാണ്. ആ കാര്യം വീട്ടിൽ വന്ന് നമ്മുടെ തരുൺ വേദയോട് പറയുന്നുണ്ട്. അങ്ങനെ വിക്രത്തിൻ്റെ ഫാമിലിയെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് വേദ പറയുന്നത് വിക്രത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തരുണിനോട് തുറന്ന് പറയുന്നുണ്ട്. അവരുടെ ജീവിതത്തെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും വേദ വീട്ടിൽ രാജകുമാരിയെ പോലെ കഴിഞ്ഞതും അച്ഛൻ്റെയും അമ്മയുടെയും ഒരുപാട് സ്നേഹവാത്സല്യങ്ങൾ അനുഭവിച്ചാണ് ഞാൻ വളർന്നത്. അതിനുശേഷം ഒരു അമ്പലനടയിൽ വെച്ച് വിക്രം എന്നെ ബലമായി താലി കെട്ടുകയായിരുന്നു. അങ്ങനെ താലിയുടെ പവിത്രത അറിഞ്ഞതുകൊണ്ട് തന്നെ വിക്രത്തിനെ ഞാൻ ഭർത്താവായി സ്വീകരിക്കുകയായിരുന്നു. അതിനുശേഷം വിക്രത്തിൻ്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. അതിനുശേഷം ഞങ്ങൾ ജീവിച്ചു തുടങ്ങിയായിരുന്നു. അങ്ങനെ പണത്തിനും സ്വത്തിനും വേണ്ടി എൻ്റെ ചേട്ടനാണ് ഞങ്ങളെ പുറകെ നടന്ന് ഉപദ്രവിച്ചത്. അതിനുശേഷം ഞങ്ങൾ ഇടുക്കി രാജാക്കാട് കുറച്ച് നാൾ താമസിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് അയാൾ അവിടെ വന്നും ഞങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. അവിടെ വെച്ച് അനിയൻകുട്ടനെ വെടിവെച്ച് കൊന്ന കാര്യം, പുളിക്കൻ്റെയും വരുണിൻ്റെയും മരണത്തിന് സംബന്ധിക്കുന്ന കാര്യങ്ങൾ എല്ലാം വേദ തുറന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് പറയുന്നത്, അപ്പോൾ ഇതിൻ്റെ എല്ലാം റിയൽ വില്ലനായിട്ട് വരുന്നത് തൻ്റെ ചേട്ടൻ ശ്രീകാന്താണെന്ന് പറയും. അതെ, അയാളാണ് ഇതിനെല്ലാം കാരണക്കാരൻ, അയാളാണ് ഞങ്ങളുടെ ജീവിതം ഇല്ലാതാക്കിയത്, ഞങ്ങളെ പരസ്പരം വേർപിടിച്ചതുപോലും അയാളാണെന്ന് പറയും. അയാളോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കത്തില്ലെന്ന് പറയും. തൻ്റെ അച്ഛൻ കോടതിയിൽ വിക്രത്തിന് വേണ്ടി അപ്പീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കേസിൻ്റെ പുനരന്വേഷണം ചുമതല എനിക്കാണെന്ന് പറയും. അത് കേൾക്കുമ്പോൾ വേദയ്ക്ക് വളരെയധികം സന്തോഷമാവുന്നുണ്ട്. അതിനുശേഷം ഞാൻ വിക്രത്തിൻ്റെ ഫാമിലിയെക്കുറിച്ചുമൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു പറയും. ആ സമയത്ത് വിക്രം സുധാകരൻ മാഷിൻ്റെ മകനാണെന്നുള്ള കാര്യം തരുൺ അറിയുന്നത്. സുധാകരൻ മാഷിൻ്റെ മകനോ? അതെ, വിക്രം സുധാകരൻ എന്ന് പറയും. അപ്പോഴാണ് നമ്മുടെ തരുണിന് അക്കാര്യം ഓർമ്മ. സുധാകരൻ മാഷിനെ കുറിച്ച് പേര് ചോദിച്ചപ്പോൾ അറിയുന്നുണ്ട്, തന്നെ പഠിപ്പിച്ച ഒരു മാത്സ് അധ്യാപകനാണ് സുധാകരൻ മാഷ് എന്നുള്ള കാര്യം
തരുൺ അവിടെ വെച്ച് മനസ്സിലാക്കുകയാണ്, എൻ്റെ മാഷിൻ്റെ മകനാണോ വിക്രം, അയാളുടെ ഭാര്യയാണോ വേദ, എന്നിട്ട് തന്നോട് ഞാൻ മുമ്പൊക്കെ വളരെ മോശമായിട്ട് പെരുമാറിയത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും അതൊന്നും സാരമില്ല സാർ എന്ന് പറയാം. അങ്ങനെ മാഷിനെ കാണാനായിട്ട് തരുൺ തീരുമാനിക്കുന്നുണ്ട്, വിക്രത്തെക്കുറിച്ച് അറിയാനായിട്ടും. അങ്ങനെ മാഷിനെ കാണാനായിട്ട് വീട്ടിലോട്ട് വരികയും വിക്രത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും മാഷിൽ നിന്ന് തരുൺ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വിക്രത്തിൻ്റെ കേസ് പുനരന്വേഷിക്കുന്ന ചുമതല തരുണിന് എഴുതുന്നുണ്ട്. തരുണാണ് ആ കേസൊക്കെ അന്വേഷിക്കുന്നത്. അതിനുശേഷം നമ്മുടെ വിക്രം കൂട്ടുകാരുമായിട്ട് വിക്രം ബൈക്കിലിരിക്കുന്ന സമയത്ത് ശ്രീകാന്തും സാബുവും കൂടി കാറിൽ വരുന്നുണ്ടായിരുന്നു. ആ സമയത്ത് വിക്രത്തിനെ കാണുന്നതും അവർ വണ്ടി നിർത്തി വിക്രത്തിനോട് സംസാരിക്കുന്നുണ്ട്. എന്താടാ നീ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം നിന്നെ പുറത്തോട്ടൊന്നും അധികം കണ്ടിട്ടില്ലല്ലോ. ഓ, നീ നിൻ്റെ ഭാര്യയെ അന്വേഷിച്ച് നടക്കുകയായിരിക്കും. അവൾ ജീവനോടെ ഉണ്ടോ അതോ മരിച്ചോ എന്നൊക്കെ വേദയെക്കുറിച്ച് വളരെ മോശമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് വിക്രം വേദ മരിച്ചു പോയെന്നൊക്കെ പറയുന്നത് കേൾക്കുന്ന ശ്രീകാന്തിനോട് ബൈക്കിൽ നിന്ന് ഇറങ്ങി വന്ന് ശ്രീകാന്തിനെ അവിട്ടങ്ങ് തല്ലി ചതക്കുകയാണ്. ആ സമയത്താണ് ആരും പ്രതീക്ഷിക്കാത്ത കണക്ക് വേദ കാറിലൂടെ അതുവഴി വരുന്നത്. വേദ അത് കാണുന്നുണ്ടായിരുന്നു. കാറിലിരുന്ന് വിക്രവും ശ്രീകാന്തും തമ്മിൽ അടിപിടി കൂടുന്നതും ശ്രീകാന്തിനെ വിക്രം അടിച്ച് ശരിപ്പെടുത്തുന്നതും. ആ സമയത്ത് കാറിൽ നിന്ന് വേദ ഇറങ്ങുന്നുണ്ട്. കാർ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ അവർ നോക്കുമ്പോൾ സബ് കളക്ടർ എന്ന് എഴുതിയ ഒരു കാറിനകത്തുനിന്ന് വേദ ഇറങ്ങി വരുന്നുണ്ട്. വേദയെ കാണുന്നതും വിക്രമും ശ്രീകാന്തും ഇങ്ങനെ അതിശയത്തോട് നോക്കി നിൽക്കുകയാണ്. ശ്രീകാന്ത് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല വേദ സബ് കളക്ടറായിട്ട് തിരിച്ചു വരുമെന്നുള്ള കാര്യം. അവസാനം വിക്രത്തിൻ്റെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. വേദ കുറച്ച് നേരം വിക്രത്തിനെ നോക്കി നിൽക്കുകയാണ്. ആ സമയത്ത് രണ്ടുപേരും തമ്മിൽ കണ്ട് നിറഞ്ഞ് ഒഴുകുന്ന കണക്കുള്ള സംസാരമാണ്. ആ സമയത്ത് ശ്രീകാന്ത് ഇങ്ങനെ വളരെ പകയോടുകൂടി നോക്കുന്നു. വേദയും തിരിച്ച് അതുപോലെ തന്നെയാണ് ശ്രീകാന്തിനെ രൂക്ഷമായിട്ട് നോക്കുന്നത്. താൻ എന്ത് കരുതി, ഞാൻ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതായി പോയെന്നോ അതോ തന്നെ പേടിച്ച് നാട് വിട്ടെന്നോ? താൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലേ ഞാൻ ഇന്ന് ഈ പദവിയിൽ ഇവിടെ വരുമെന്നുള്ളത്? തന്നെ പോലുള്ള ദുഷ്ടന്മാരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയാണോ ഞാൻ ഈ കറുത്ത കോട്ടിന് പകരം ഞാൻ ഈ നിയമത്തിൻ്റെ ഈ പേശ എടുത്ത് അണിഞ്ഞു നോക്കും? താൻ എൻ്റെ വിക്രത്തിനെ കള്ളക്കേസിൽ ജയിലിൽ കൊടുക്കും, എന്നിട്ട് ഞങ്ങളുടെ ജീവിതം താൻ ഇല്ലാതാക്കൂല. ഇതിനെല്ലാം പകരം ഈ വേദ ചോദിച്ചിരിക്കും. ഈ വേദ പഴയ വേദയല്ല, ഇപ്പം വേദ IPS വേദയാന്ന് പറയും. സബ് കളക്ടർ വേദ ശങ്കരനാരായണ എന്ന് പറയുന്നുണ്ട്. താൻ ചെയ്തു കൂട്ടിയ എല്ലാ ദുഷ്ടത്തരത്തിനും ഉള്ള പ്രതികാരം ഞാൻ വീട്ടിയിരിക്കും. എൻ്റെ വിക്രത്തിനെ ഞാൻ ജയിലിൽ നിന്ന് പുറത്ത് കൊണ്ടുവന്നിരിക്കും. അതിനുള്ള എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട്. ഇപ്പം പരോളിലിറങ്ങിയ വിക്രം 3 മാസം മാത്രമേ വിക്രത്തിന് പുറത്തിറങ്ങാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ ഇനി വിക്രം കേസ് കോടതി വരുന്ന സമയത്ത് വിക്രം നിരപരാധിയാണെന്ന് ഞാൻ തെളിയിച്ചിരിക്കും. അതുപോലെ തന്നെ തൻ്റെ കൂടെ എല്ലാത്തിനും കൂട്ടു നിൽക്കുന്ന ദർശനുണ്ടല്ലോ, അയാൾക്ക് മനസ്സിലാവും താനൊരു കള്ളനാണെന്നുള്ളതും ചതിയനാണെന്നുള്ളതും. ആ ദർശനെ കൊണ്ട് തന്നെ തൻ്റെ കയ്യിൽ ഞാൻ വിലങ്ങ് വീഴ്പ്പിക്കുമെന്നൊക്കെ പറയും. അങ്ങനെ വേദ വിക്രത്തിനെയും കൂട്ടിക്കൊണ്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ അതൊക്കെ അങ്ങനെ വളരെ രസകരമായ വളരെ ആകാംക്ഷഭരിതമായ നിമിഷങ്ങളാണ് നമ്മൾ പവിത്രം സീസൺ 2 ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.